വെൽക്കം ബാക്ക് ടു ബോയ്ക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കര സർവൈവൽ സീരീസ് ഐലൻഡ് സർവൈവലിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഹാർബർ പണിയാൻ പോകുന്നത്. അപ്പോൾ ഹാർബർ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയണം. ഹാർബർ എന്ന് വെച്ചാൽ നമ്മളെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമില്ലേ, അതുപോലെ തന്നെ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനത്തെ ചെറിയൊരു ബേസിക് ഹാർബറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാർബർ ഉണ്ടാക്കുന്നതിനുള്ള റിസോഴ്സ് ഗ്യാതറിങ്ങിന് നമുക്ക് പോകാം. അപ്പോഴേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു കുറച്ച് ലോഗും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. നമുക്ക് ഒരു ബേസിക് സംഭവമാണ് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതേ നമ്മുടെ ഇച്ചിരി പണികളൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്തു വെച്ചപ്പോൾ ഓഫ് ക്യാമറ ശേഷം നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കുറച്ച് ഈ സൈഡിലൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുത്താനും പിന്നെ ജസ്റ്റ് ഒരു സെറ്റപ്പ് ഒക്കെ വരുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് ഒരു നോക്കണ്ട, 1 2 3 4 5 ഒരു 5 ബ്ലോക്ക് ആണ് എടുത്തേക്കണം. പിന്നെ ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക്, ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക്. അപ്പോൾ 10 ബ്ലോക്കായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തേക്കണം. പിന്നെ ഇവിടെ നിന്നും നോക്കട്ടെ, ഒരു 1 2 3 4 5. അപ്പൊ 5 ഇവിടെ 5. അപ്പൊ 5 5 5 അവിടെ 10ഉം ഇങ്ങോട്ട് 5ഉമാണ് കയറ്റി എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇത് എങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ ഒരു 5 5 5 എന്നൊരു രീതിയിൽ 3 രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നേരെ വീട്ടിൽ പോയിട്ട് തിരിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിൽ പോണ വഴിക്കാണത് ഇവിടെ നമ്മൾ ലോകം വെട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കാട് പോലെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ സാപ്ലിങ് നമുക്ക് കിട്ടിയായിരുന്നു ഒരു മരം വെട്ടിയപ്പോൾ. അപ്പൊ ആ സാപ്ലിങ് മൊത്തം ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ബട്ട് നമ്മളിപ്പോഴത്തേക്ക് നമ്മുടെ ആക്സ് പൊട്ടിപ്പോയി, അതുകൊണ്ട് നമ്മളിത് വെട്ടിയെടുക്കുന്നില്ല. നമുക്ക് പിന്നെ വെട്ടിയെടുക്കാം. അപ്പൊ ഗൈസ് ഇത്ര ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ട് വളർന്നതാണ് ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ചിങ്ങ് മാറുമ്പോഴേക്ക് ഇവിടെ ഒരു ബീ നെസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഒരു ബീ നെസ്റ്റ് ഉണ്ടായിരുന്നു, അത് പോട്ടെ. അപ്പൊ നമുക്ക് ബാക്കി റിസോഴ്സ് ഗ്യാതറിങ്ങിനൊക്കെ ആയിട്ട് മേലായിട്ട് പോയിട്ട് അപ്പൊ അവിടുത്തെ ഒരു മരത്തിൽ ബീ നെസ്റ്റ് ഉണ്ട്. അപ്പൊ ബീ ഫാമിന്റെ വീഡിയോ നമ്മൾ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ് ചെയ്യുക. നമുക്ക് 3 ലാഡറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ലാഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാഡർ എടുത്തിട്ട് അയ്യോ ഇവിടെ ഇരുട്ടായി, നമുക്ക് നേരെ പോയി എങ്ങനെയാണ് കിടക്കാൻ നോക്കാൻ കഴിയും. നമുക്ക് അറിയത്തില്ല, ഇവിടെ മൊത്തം സോംബി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മാറി അപ്പൊ ഇവിടെ സോംബീസ് പോകണം. അങ്ങനത്തെ ഒരു സീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എൻഡർമാൻ അതുവഴി പോയിട്ടുണ്ട് അതുകൂടെ. അയ്യോ ദേ ക്രീപ്പർ. അപ്പോ ഇവിടെ മൊത്തം സോംബീസ് ആണ്. നമുക്ക് എങ്ങനെയായാലും ഇപ്പൊ നമ്മുടെ ഐലൻഡിൽ ഒന്ന് എത്തിച്ചേർന്നാൽ മതി എന്നായിപ്പോയി. അയ്യോ ഇത് സൈഡിലൊക്കെ നോക്കിയാൽ ഫുള്ള് സോംബീസ് ആട്ടത്. അയ്യോ ഒന്ന് മാറി അപ്പൊ സോംബീസ് ഇവിടെ പോകണം. എന്തൊരു കഷ്ടമാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് കാണാൻ. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ പണി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഡ്രസ്സായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഉറങ്ങിയില്ല. ഓക്കെ, അപ്പൊ രാവിലെ ആയിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ നമ്മുടെ ബാക്കി ബിൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ എക്സ്പാൻഡിങ് ആണ്. അപ്പോൾ അങ്ങോട്ട് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് പതിയെ വെച്ച് നോക്കാം. ഇവിടെ വെച്ചിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, വെച്ചാൽ വലിയ രസവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും ഗൈസ്. വലുതായിട്ട് കാണുന്നില്ല, നമുക്ക് വെള്ളമായിട്ട് വലുതായിട്ട് കാണുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇച്ചിരി അങ്ങോട്ട് നമുക്ക് നമ്മുടെ പ്ലാങ്കും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഉണ്ടാക്കാം, എക്സ്പാൻഡ് ചെയ്ത് ഉണ്ടാക്കാം ഗൈസ്. അതാണ് നല്ലത് എനിക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് വിചാരിക്കാണ്. ഓക്കെ, എനിവേസ് വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് ഈ സൈഡിൽ ഓപ്ഷൻസും കൂടെ വെച്ചങ്ങ് കൊടുത്തേക്കാം, ഈ 2 സൈഡിലും. ഇനി നമുക്ക് 2 ഏണി ഉണ്ടല്ലോ, അത് ഇവിടെ ഇറക്കി വെച്ചേക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ചൂണ്ടയിടുന്ന ആ ഒരു സ്കീമിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ അതങ്ങ് വെച്ചു കൊടുത്തേക്കാം ഗൈസ്. ഇവിടെയും കൂടെ വെക്കാം. ഓക്കെ, അപ്പോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പൊ ഇവിടെ നമ്മള് ക്യാമ്പ് ഫയർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാമ്പ് ഫയർ വെച്ച് എങ്ങനെ ഇരിക്കും, അത്യാവശ്യം കുഴപ്പമില്ല. 2 സൈഡിലും കൂടെ വെക്കുകയാണെങ്കിൽ കിട്ടില്ലായിരിക്കും ഗൈസ്. ഇവിടെയും കൂടെ വെച്ചാൽ സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചടപടയെന്ന് പോയിട്ട് ഒരു ക്യാമ്പ് ഫയറും കൂടെ എടുത്തിട്ട് വേണ്ടിട്ട് ക്യാമ്പ് ഫയർ ഇപ്പുറത്തും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അയ്യോ ഓക്കെ, ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിന്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടക്കാം. അപ്പൊ ഇവിടെ ഇപ്പുറത്തും തുറന്നിട്ടിട്ട് നമുക്ക് പുറത്തായിട്ടൊരു ആയിട്ട് ഇപ്പൊ പോലെ സെറ്റ് ചെയ്യണമെന്നാണ് എന്റെ പ്ലാൻ. അപ്പൊ അതെങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് പറ. ഇപ്പൊ നമുക്ക് ഇച്ചിരി ഇതങ്ങ് കയറ്റിയെടുക്കാം ഗൈസ്. ഇച്ചിരി കൂടെ പുറത്തോട്ട് കയറ്റിയെടുക്കാം. ഇച്ചിരി കൂടെ ഇറക്കി ഇങ്ങോട്ട് വെക്കാം ഗൈസ്. ഒന്ന് ഇവിടെ ഒരെണ്ണം,
അപ്പുറത്തും അതുപോലെ തന്നെ ഇച്ചിരിയും കൂടെ ഇറക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് ഇച്ചിരി നമ്മൾ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇവന്റെ കാര്യം പറഞ്ഞാൽ ജസ്റ്റ് ഇവന്റെ മിസ്ക്ലിക്കാണ്, മൊത്തം മിസ്ക്ലിക്കാണ്. ഇവനെ കൊല്ലും. അടിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ ഫെൻസ് ഇച്ചിരി ഇറക്കി വെച്ചാലൊന്ന് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാരും ഇവിടെ കൊണ്ട് വെച്ച് എടുക്കാം. അപ്പൊ കഴിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫെൻസ് ഇച്ചിരി കയറ്റി എടുത്തിട്ട് ഇവിടെ നടുക്ക് വെക്കണമെന്നാണ് എന്റെ ഒരു പ്ലാൻ. ഇങ്ങനെ വെക്കണ്ടല്ലോ. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിട്ട് വെച്ചാ പോരെ. ഒന്ന് വെച്ചോക്കട്ടെ. ഇത് കുഴപ്പമില്ലെന്ന് തോന്നണം. ഇനി നമുക്ക് രണ്ട് സൈഡിലും ആ ഗേറ്റും കൂടെ പിടിപ്പിച്ചാലോ ഗൈസ്, എന്ത് പറയുന്നു? അങ്ങനത്തെ ഒരു പ്ലാൻ എനിക്കുണ്ട്. ജസ്റ്റ് സൈഡിട്ട് ഇറങ്ങിന്ന് ചൂണ്ടിടാം എന്നുള്ളൊരു സ്കീമിലെ. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുന്നൊന്ന് പറഞ്ഞേക്ക് ഗൈസ്. നമുക്ക് ഒന്ന് ചെയ്തു നോക്കായിരുന്നു. ഇപ്പുറത്തും കൂടെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്കിത് ഈ രണ്ട് സൈഡിലൊന്ന് വെച്ച് നോക്കാം. ഇവിടെ ഒരെണ്ണം, പിന്നെ നമുക്ക് ഇതും കൂടെ പൊളിച്ചെടുത്തിട്ട് ഇപ്പുറത്തും വെച്ച് നോക്കാം. ഇവിടെയും കൂടെ ഒരെണ്ണം അങ്ങ് വെച്ച് കൊടുത്ത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പണിങ് പോലെ ഉണ്ട്. ഇപ്പുറത്ത് നോക്കാം, അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഡീറ്റെയിലിങ് നോക്കാം നമുക്കിത്. ഇവിടെ ഇത് ജസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒരു ബാരൽ വെച്ച് നോക്കാം. ചരിച്ചൊരെണ്ണം വെച്ച് നോക്കാം. അപ്പൊ രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചരിച്ചു വെച്ചാല് ഇതിപ്പോ ഒരു ചൂണ്ടിയുടെ സ്ഥലം പോലെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മേളിട്ട് ഫേസ് ചെയ്യാൻ രീതി വെക്കാം. അതും കുഴപ്പമില്ല. ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെസ്റ്റും പിന്നെ ഒരു ബാരൽ മേളിലായിട്ട് നോക്കി നിൽക്കണ രീതിയിലൊരു ബാരലും. എന്നില്ലല്ലോ, ഏതെന്ത് പറ്റി? ഓക്കെ, ബാരലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരെ പോവാം. അപ്പോ ബൈ ഞാൻ 3ാമത്തെ വട്ടാണ് പറയുന്നത്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരം. കഴിഞ്ഞ 2-3 വീഡിയോയിൽ എനിക്ക് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ദാറ്റ്സ് ഓക്കെ. അപ്പൊ ഈ വീഡിയോയിലെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഹാർബറിന്റെ ഒരു വ്യൂ. ഇനി നമ്മളത് കൂടുതലും ഭംഗിയാക്കും. ഇപ്പൊ തന്നെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടത് കാണാൻ, അല്ലെ? അപ്പൊ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ഇച്ചിരി കൂടെ ഓഫ് ക്യാമറ പരിപാടിയൊക്കെ ചെയ്ത് അത് ഭംഗിയാക്കും. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ ഉണ്ടത് കാണുമ്പോ തന്നെ. അപ്പൊ ഗൈസ്, ഈ ഹാർബർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതെന്താന്ന് വെച്ചാൽ നമ്മളൊരു ഹാർബർ പണിതു, അതിനുള്ള ഡെക്കറേഷൻ പോലെ ഒരു ഹാർബർ പണിതു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാർഡൊക്കെ പണിതിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാം. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.